ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സമ്മർ സ്പെഷ്യൽ കേർഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല തണുത്ത കേർഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആരോഗ്യത്തിന് വളരെ നല്ലൊരു വിഭവമാണ്. ലഞ്ചായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഏറ്റവും പറ്റിയതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകും. ഗൈസ്, നമ്മളിന്ന് തൈര് സാദം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനകത്തേക്ക് നന്നായിട്ട് വെന്ത വെളുത്ത അരിയിലേക്ക് സോണ മസൂരി റൈസാണ് നന്നായിട്ട് ഇത് ഞാൻ റൈസ് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് നല്ല കട്ടിയുള്ള തൈരിട്ടു. ഇനി നമുക്ക് ഇടേണ്ട വിഭവങ്ങൾ എന്നാന്ന് വെച്ചാൽ ഒരല്പം കുരുമുളക് പൊടി ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഉപ്പിട്ട് വേവിച്ച റൈസാണ്. എന്നിരുന്നാലും ഞാനൊരല്പം കുരുമുളക് പൊടി ഇടാം. ഒരല്പം ഒരു എരിവിന്. ഇത് കുരുമുളകും ഉപ്പും ചേർത്തൊരു മിശ്രിതമാണ്. ഇനി ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് ഒരു സാധനം ചേർക്കുന്നതെന്നു വെച്ചാൽ ക്യുമിൻ പൗഡർ എന്ന് വെച്ചാൽ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതിട്ട വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റ് വരും. അല്ലെങ്കിലും ജീരകമൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ അതിടുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കടുക്, മുളക്, പരിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും പരിപ്പ് മതി, അതെല്ലാം കൂടി താളിച്ച കറിവേപ്പില, പച്ചമുളക് ഒക്കെ ഉണ്ട്, അതെല്ലാം കൂടി താളിച്ചിടുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കടിക്കാനും കിട്ടും, നല്ല ഇതായിരിക്കും. ആഹാ, എന്താ സ്മെല്ല് വരുന്നത്. ഇനി നമ്മൾ ഇടേണ്ടത് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ അധികം എടുത്തിട്ടില്ല, എന്നാലും ഇടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മാതള നാരങ്ങയുടെ കുരുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെക്കറേഷൻ വേണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ തൈര് സാദമാണ്. ഉപ്പും മുളകും എരിവും എല്ലാം കറക്റ്റാണ്. പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഒരല്പം ഇട്ടിട്ടുണ്ട്, ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൊണ്ട് ആഹാ, എന്താ സ്മെല്ല്. നമുക്ക് നല്ല അടിപൊളി തൈര് സാദം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇത് ഞാൻ സെർവിങ് ഡിഷിലാക്കിയിട്ട് കാണിക്കാം കേട്ടോ. റൈസ് അങ്ങനെ നമ്മുടെ സൂപ്പർ കേർഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനോട് നമുക്ക് പിക്കിളോ അല്ലെങ്കിൽ ഫിഷ് പ്രോൺസ് ഒക്കെ കഴിക്കാം. ഞാനിവിടെ പ്രോൺസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേർഡ് റൈസ്. സൂപ്പറാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായും തയ്യാറാക്കണം, വളരെ എളുപ്പമാണ്. നല്ല ചൂട് കാലത്ത് നല്ല തണുത്ത കേർഡ് റൈസ് കഴിക്കുകയെന്ന് വെച്ചാൽ വളരെ നല്ലതാണ് ആരോഗ്യത്തിനും വയറിനും എല്ലാം. അപ്പോൾ ഇത് വേണമെങ്കിൽ കുറച്ച് തണുപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ നല്ലതായിട്ട് നമ്മുടെ ഉള്ളൊക്കെ ഒന്ന് തണുത്ത് ശരീരവും കൂടെ തണുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. ഇപ്പം ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പൈസയാണ്. സാധാരണ ബിരിയാണിയൊക്കെ കൂടുതൽ പൈസയാണ് കേർഡ് റൈസിന്. അപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ല വിഭവമാണ്. താങ്ക് you from Maggie's Kitchen. Please subscribe my channel too. Thank you.